ഹായ് വെൽക്കം ബാക്ക് ടു അബിസ്യൂഷൻ. നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ട് വരുന്ന നമുക്ക് പരസ്യങ്ങൾ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന സൈറ്റ് അത് സെക്യൂർ ആണോ എന്നുള്ളത്. അതായത് നമുക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ മുഴുവൻ ചോർത്തി കൊണ്ടുപോകുന്ന അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് മൊബൈൽ എടുക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം വഴിയാണ് നമുക്ക് അധിക പരസ്യങ്ങളും കാര്യങ്ങളും നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ ഒക്കെ സെക്യൂർ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റാണ് നിങ്ങൾ നിരന്തരം ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഇവിടെ ഞാൻ വിക്കിപീഡിയ എന്നുള്ള സൈറ്റ് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നത് വിക്കിപീഡിയയിലാണ് അല്ലേ. വിക്കിപീഡിയ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്തു. വിക്കിപീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, വിക്കിപീഡിയ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇംഗ്ലീഷോ മലയാളം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിങ്ങനെ അതിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ഏത് സൈറ്റ് എടുക്കുകയാണെങ്കിലും നമ്മളിവിടെ വിക്കിപീഡിയയിൽ ഏത് സൈറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ മുകളിൽ ആ ഒരു wikipedia.org എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം കാണുന്നില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു ഐക്കൺ ഉണ്ട്, ചെറിയൊരു ഐക്കൺ. ചിലത് അത് ഏരോ മാർക്ക് തിരിച്ചിട്ടത് പോലെയാണ് ഉണ്ടാവുക. അതൊന്ന് ക്ലിക്ക് ചെയ്യണം, ഹോം ബട്ടന് തൊട്ടടുത്തുള്ള. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം കണക്ഷൻ ഈസ് സെക്യൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. അതിന് താഴെ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്ന് കാണാം. അതേപോലെ തന്നെ അബൌട്ട് ദിസ് പേജ് എന്നുള്ളത്. ഇത് എല്ലാ സൈറ്റിലും നിങ്ങൾ നോക്കണം കയറുന്നതിന് മുൻപ്. അപ്പം ഈ ഒരു ഭാഗത്ത് കണക്ഷൻ സെക്യൂർ എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് ആ സൈറ്റിൽ കയറാൻ പറ്റും. കാരണം കണക്ഷൻ സെക്യൂർ ആണ്. അതായത് നിങ്ങളുടെ ഫോണിലേക്ക് വൈറസുകളോ കാര്യങ്ങളോ കണ്ടന്റുകളോ ഒന്നും കയറാതിരിക്കുന്ന രീതിയിൽ അത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏത് രീതിയിലാണ് അതിൻ്റെ DNS കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നാണ് പറയുന്നത്. കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഡാറ്റ, അതായത് ഇവിടെ കുറേ സേവ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഏതെല്ലാം സൈറ്റിലാണ് നമ്മൾ കയറിയെന്നും മറ്റുള്ളവർക്ക് അറിയുന്ന രീതിയിൽ ഡാറ്റകൾ ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കീസ്, അതായത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ കുക്കീസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുൻപ് കുക്കീസ് എന്താണെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് സേഫായിട്ട് ബ്രൗസ് ചെയ്യാൻ പറ്റും. അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആഡുകളൊക്കെ ഇതിലേക്ക് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളിവിടെ ഡിലീറ്റ് കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. കണ്ടില്ല, ഇവിടെ ഡിലീറ്റ് കുക്കീസ് കൊടുക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിലീറ്റ് കുക്കീസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ നമ്മൾ ഓട്ടോ ആയിട്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ID പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചതിന് ശേഷം നിങ്ങളത് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. പരസ്യങ്ങൾ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തതായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അബൌട്ട് ദിസ് പേജ്. ഈ പേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റ് ഏത് വർഷമാണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ ഓണർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സെക്യൂർ ആയിട്ടുള്ള സൈറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പേജിൽ നമുക്ക് ലഭ്യമാണ്. ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷനാണ്. എല്ലാവരും നേരെ ഒരു വെബ്സൈറ്റിൽ അങ്ങോട്ട് കയറും, കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതെല്ലാം അതിൽ സെർച്ച് ചെയ്ത് നമ്മൾ ഇറങ്ങിപ്പോരുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹോം പേജിന് തൊട്ടടുത്തുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് സർഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്യങ്ങൾ മാക്സിമം ഒഴിവാക്കാനും സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവുള്ള വീഡിയോസുമായി ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.